بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. മാന്യ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തഖ്വയിലായി ജീവിക്കാൻ എന്നോട് നിങ്ങളോട് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഖതീബ് ഇന്ന് ഖുത്ബയിൽ നമ്മോട് നിർദ്ദേശിച്ചത് റമദാനു ഷരീഫിൽ അള്ളാഹു എന്തിനാണ് നോമ്പിനെ ഫറലാക്കിയിരിക്കുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം നമ്മോട് കാര്യമായി ചോദിച്ചത്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്? കുത്തിബ അലൈക്കും സിയാം, നോമ്പ് നിങ്ങൾക്ക് ഫറലാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭക്തന്മാരായേക്കാം. നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടാവാൻ വേണ്ടി, തഖ്വയുണ്ടാവാൻ വേണ്ടി. തഖ്വയെ സംബന്ധിച്ചിടത്തോളം എന്താണ് തഖ്വ? ഒരു മനുഷ്യന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാവണം. നമുക്ക് പലരെയും കുറിച്ച് ഭയമുണ്ടാവാറുണ്ട്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൃഷ്ടികളുടെയും മുകളിൽ, എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹു, അവനേക്കാൾ വലിയ ഒരു ശക്തിയോ വ്യക്തിയോ ഇല്ല. അങ്ങനെയുള്ള അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടേണ്ടത് ഭയപ്പാടിന്റെ അങ്ങേ അറ്റത്തെ ഭയമാണ് നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. അതുപോലെ അവന്റെ പ്രതിഫലത്തെ, അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷയുമാണ് നമുക്കുണ്ടാവേണ്ടത്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, എന്താണ് തഖ്വ എന്ന്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിന് നൽകിയ മറുപടി, മുള്ള് ഉള്ള വഴിയിലൂടെ നീ സഞ്ചരിക്കാറുണ്ടോ? അതെ, മുള്ളുള്ള വഴിയിൽ, കണ്ടമാനം മുള്ളുള്ള സ്ഥലമാണ്, ഒരു മരുഭൂമിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അങ്ങനെ മുള്ളുള്ള സ്ഥലത്തിലൂടെ നീ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണ് നീ നടക്കുക? അങ്ങനെയാണ് നീ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടത്. ഈ ദുനിയാവിൽ നിന്ന് സ്വർഗീയ ലോകത്തേക്കാണ് നിന്റെ യാത്ര. ഈ യാത്രയിൽ ഒരുപാട് ചുരങ്ങളും മുൾവഴികളും ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അപ്പോൾ സ്വർഗീയ ലോകത്തേക്ക് യാത്ര പോകുമ്പോൾ ആ വഴി വളരെ അപകടകരമായ ഒരുപാട് വഴികൾ ഉള്ളത് കൊണ്ട് നല്ല വഴി നമുക്ക് ലഭ്യമാവണം. അള്ളാഹുവിനോട് 5 നേര നമസ്കാരങ്ങളിലും അള്ളാഹിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ ചൊവ്വായ വഴി ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ട, ചൊവ്വായ വഴിയിലേക്ക് ചേർത്തുകൊണ്ട, നമ്മുടെ കാലിന് പരിക്കേൽക്കാത്ത, നമ്മൾ അപകടത്തിൽ പെടാത്ത നല്ല വഴി ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ട് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല ഒരു ഭയം നമ്മൾ ഇതിൽ ചേർത്തി വായിക്കേണ്ടത്, നമ്മൾ ഒരു നാട്ടിലോ ഇവിടെയോ ഒരു പോലീസ് മേധാവിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി, അല്ലെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു. നമ്മൾ അവിടെ ഇരിക്കുന്നു. ആ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇരുത്തം നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ നൃത്തം നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ സംസാരത്തിന്റെ ഓരോ അക്ഷരങ്ങളും നമ്മൾ ശ്രദ്ധിക്കും, ഓരോ വാക്കുകളും ശ്രദ്ധിക്കും. വളരെ ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക. എന്നാൽ ഇവരുടെ എല്ലാവരുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ ലോകനിയന്താവായ റബ്ബുൽ ആലമീൻ, അവനെ സംബന്ധിച്ചുള്ള നമ്മുടെ ധാരണ എന്താണ്? ഈ ആകാശഭൂമികൾ പടക്കപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്തൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ അല്ലാഹു ഉണ്ട് നമ്മൾ വിശ്വസിക്കുകയാണ്. ഈ പ്രപഞ്ചം പടക്കപ്പെട്ടപ്പോൾ പിന്നെ അവൻ എവിടെയായിരിക്കണം? ഇതിന്റെ മുകളിലായിരിക്കണം.
അതാണ് ചെറിയ 2 വയസ്സ് 3 വയസ്സായ കുട്ടികളോട് അള്ള എവിടെയെന്ന് ചോദിച്ചാൽ കുട്ടികൾ കൈപൊക്കും, ആകാശത്ത് എന്ന് പറയും. മനുഷ്യ പ്രകൃതിയിൽ ആ മാനസികമായ അവസ്ഥ മനുഷ്യന്റെ മനസ്സിൽ അത് നട്ടുവെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് 500 വർഷത്തെ വൈദൂരം, അങ്ങനെ 7 ആകാശങ്ങൾ, അതിന്റെ മുകളിൽ അള്ളാഹുവിന്റെ സിംഹാസനം, ആ സിംഹാസനത്തിന്റെ വലുപ്പം ലോകമൊട്ടാകെ അതിൽ കൊണ്ടുപോയി വെച്ചാൽ ഒരു കടുക് മണി വെച്ചതുപോലെ അനുഭവപ്പെടുന്നു. അത്രയും വലിയ അർശ്, ആ അർശിനെ വഹിക്കാനുള്ള മലക്കുകളെ നമ്മൾ മുമ്പ് പറഞ്ഞു. ആ ഒരു മലക്കിന്റെ ചെവിയുടെ ഭാഗം മുതൽ ചുമല് വരെയുള്ള വൈദൂരം 700 വർഷം ഒരു പക്ഷി ശക്തമായി പാറിയാൽ എത്തുന്ന ദൂരമാണ് ഒരു അർശിനെ, അള്ളാഹുവിന്റെ സിംഹാസനത്തെ വഹിക്കുന്ന മലക്കിന്റെ ചെവി മുതൽ ചുമല് വരെയുള്ള ദൂരം. അതേ സ്ഥാനത്ത് തല മുതൽ കാല് വരെയുള്ള ദൂരം എത്രയായിരിക്കും? അങ്ങനെയുള്ള മലക്കുകൾ വഹിക്കുന്ന സിംഹാസനത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു. അതിൻ്റെയും മുകളിലാണ് അല്ലാഹു. അവൻ എങ്ങനെയെന്നോ എവിടെയെന്നോ ഏത് രൂപമെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. മഹാശക്തിയുടെ ഉടമയായ റബ്ബ് എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അത് അപ്പടി സംഭവിക്കുന്നു. ലോകം നമ്മൾ ഈ കാണുന്ന ആകാശവും ഭൂമിയും അതിലുള്ള സകലമായ വസ്തുക്കളും അല്ലാഹു കുൻ എന്ന് പറയുമ്പോഴേക്ക് അത് ഉണ്ടായിത്തീരുകയാണ്. അങ്ങനെയുള്ള ഒരു വലിയൊരു ശക്തി നമ്മെ നോക്കി കാത്തിരിക്കുന്നു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ രക്ഷിതാവ് പ്രത്യേകം നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നെ കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഭയം വേണ്ടേ? അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പിനെ ഫറലാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ തഖ്വ നേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലുള്ള ഒരു ഭയം ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ അവനുണ്ടാകുന്ന നേട്ടമാണ് യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് റിസ്ക് നൽകും. അവന് പിന്നെ ദുനിയാവിൽ ഭയപ്പെടേണ്ടതില്ല ആരെയും. അള്ളാഹുവിനെ അവൻ ഭയപ്പെടുകയാണെങ്കിൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു റിസ്ക് നൽകുകയും പ്രയാസങ്ങളിൽ നിന്ന് അവൻ അല്ലാഹു തആല മോചനം നൽകുകയും ചെയ്യും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റുകളിൽ, അതുപോലെ തന്നെ ഭൗതികതയുടെ പകിട്ടാർന്ന പ്രതിഭാസങ്ങളിൽ, സന്ദർഭങ്ങളുടെ സമ്മർദ്ദത്തിന് അനുസൃതമായി അവൻ തെറ്റുകളിൽ ചെന്നുപെട്ടേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമാണ് മനുഷ്യരെ തെറ്റുകൾ സംഭവിക്കുക. അപ്പോൾ അവൻ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അവൻ സങ്കടപ്പെടുന്ന ഒരു സങ്കടമുണ്ട്. ആ സങ്കടം അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ ആ സങ്കടം ബോധിപ്പിക്കുമ്പോൾ റബ്ബ് അവന് കാണിക്കുന്ന റബ്ബിന്റെ സ്നേഹം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ തെറ്റ് ചെയ്തു, ഭയപ്പെടുകയാണ്, പടച്ച തമ്പുരാനെ ഭയപ്പെടുകയാണ്. റബ്ബേ എൻ്റെ അടുത്ത് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് അവൻ സങ്കടപ്പെടുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ ഭയം കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ ആ നൃത്തത്തെ അള്ളാഹു എങ്ങനെയാ കാണുന്നത് റസൂലുള്ളാഹി പറഞ്ഞു. ഒരാള് വിജനമായ മരുഭൂമിയിലൂടെ ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നു. വേറെ ഒരു വഴിയുമില്ല, വേറെ ഒരു മാർഗവുമില്ല യാത്രക്ക്. അങ്ങനെ കുറെ മൈലുകൾ യാത്ര ചെയ്ത് ഒഴിഞ്ഞ സ്ഥലത്തൊരു വൃക്ഷത്തിനരികിൽ അവന്റെ വാഹനത്തെ നിർത്തി. എന്നിട്ട് അവൻ ആ വൃക്ഷത്തിന്റെ തണലിൽ സ്വല്പം നേരം ഉറങ്ങാൻ കിടന്നു. അവന്റെ ഭക്ഷണവും വെള്ളവും എല്ലാ വസ്തുക്കളും ഈ ഒട്ടകപ്പുറത്താണ്. പക്ഷെ ആ ഒട്ടകം ഉണർന്നപ്പോഴേക്ക് പോയിട്ടുണ്ട്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ അവന് സാധിക്കൂല. ഇനി ഏതായിരുന്നാലും മരിക്കുക എന്ന നിലക്ക് അവൻ കെലിമയൊക്കെ ചൊല്ലി മരിക്കാൻ വേണ്ടി കിടന്ന് അവന്റെ ശരീരത്തിലെ ജലാംശങ്ങളൊക്കെ പതുക്കെ താഴ്ന്നു വന്ന് അവന്റെ ബ്ലഡിന്റെ പ്രഷറൊക്കെ കുറഞ്ഞ് അവനിങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട് തളർന്ന അവശനായി എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോ, ഇനി മരണം എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ആ ഒട്ടകം അതേ രൂപത്തിൽ തിരിച്ചു വരുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന സന്തോഷം എത്രയാണോ അത്രയാണ്, അല്ലെങ്കിൽ അതിലും വലുതാണ്
അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ട് പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുമ്പിലുള്ള ആ മനുഷ്യന്റെ വേദനയോടുകൂടെയുള്ള നൃത്തത്തെ അള്ളാഹു തആല അങ്ങനെയാണ് കാണുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വേദനകൾ അനുഭവപ്പെടുകയും അത് റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ആ പ്രതിഫലം എത്ര എന്ന് നമുക്കാർക്കും കണക്കാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തിന്, തഖ്വക്ക് അള്ളാഹു വില നൽകുന്നത്. അല്ലാഹു തആല പറഞ്ഞു, മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാളെ പാരത്രിക ലോകത്ത് ഒരുക്കുന്ന സൗകര്യങ്ങൾ നമുക്ക് വർണ്ണിക്കാനും വിവരിക്കാനും നിർവചിക്കാനും ആവാത്തതാണ്. വലിയ പൂങ്കാവനങ്ങളും അരുവികളും അതുപോലെ നമുക്ക് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത, നമുക്ക് വിവരിക്കാനാവാത്ത രുചിയുള്ള ഭക്ഷണ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കിയിരിക്കുന്നു. മാത്രവുമല്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ കാണാം, അള്ളാഹുവിനെ ഭയപ്പെട്ട് ഒരാൾ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് അടുത്തു കഴിഞ്ഞാൽ, ഇത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു അത്താണിയായിട്ട് നമുക്ക് റമദാനെ കാണാൻ കഴിയും. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്റെ അടിമ എന്നിലേക്ക് അവൻ അടുക്കുകയാണ് എങ്കിൽ അവനിലേക്ക് ഞാൻ അവൻ പ്രതീക്ഷിക്കാത്ത അത്ര അടുക്കും. മാത്രവുമല്ല, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ അർഹർ, അള്ളാഹുവിൻ്റെതായ വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, എന്നിട്ട് അള്ളാഹുവിലേക്ക് അവൻ ശക്തമായി അടുക്കുന്നു. അങ്ങനെ അടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളുകളോട് ആരെങ്കിലും ശത്രുത പ്രകടിപ്പിച്ചാൽ അവർക്കെതിരെ അള്ളാഹ് യുദ്ധപ്രഖ്യാപനം നടത്തും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും സമൂഹത്തിൻ്റെ ഇടയിലാണെങ്കിലും നമുക്കിടയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പലരും നമുക്ക് ശത്രുത വെക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളാണെങ്കിൽ ആ മുത്തഖിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് അടുത്തവന് വേണ്ടി അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? അവനോട് ശത്രുത വെച്ചവർക്ക് എതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുക. എന്നിട്ട് റസൂൽ പറയുകയാണ്, മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതുഹു അലൈഹി. അവന് ഫറലായ കാര്യം മാത്രമല്ല, അവന് സുന്നത്തായ കാര്യങ്ങൾ അവൻ കൂടുതൽ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അവൻ അടുക്കുകയാണെങ്കിൽ അള്ളാഹുവിനത് വളരെ താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അതോടൊപ്പം സുന്നത്തുകൾ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ മനസ്സുകളിൽ സുന്നത്തുകൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊരു ഗൗരവം തോന്നാറില്ല. പക്ഷെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ സ്വർഗ നരക പ്രവേശനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്തേക്ക് വരുമ്പോൾ, നമ്മുടെ നന്മകളും തിന്മകളും തൂക്കിക്കൂട്ടി കണക്കാക്കി വരുമ്പോൾ, നമുക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള നന്മകൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയാണ് നമുക്ക് സുന്നത്തിന്റെ പ്രാധാന്യവും സുന്നത്ത് ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാകുന്ന നേട്ടവും അതുപോലെ സുന്നത്ത് നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ടതായിരുന്നു നമ്മൾ മുമ്പ് എന്ന ബോധവും നമുക്കുണ്ടാവുക. റവാത്തിബ് സുന്നത്തുകളാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും ഇഅ്തികാഫ് ആണെങ്കിലും സദഖയാണെങ്കിലും ജനങ്ങളോട് നല്ല രൂപത്തിലുള്ള പെരുമാറ്റം, അത്തബസ്സുമു ഫീ വജ്ഹി അഖീക സദഖ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നമ്മുടെ സഹോദരന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മൾ പുഞ്ചിരിക്കുക, അതുപോലും സദഖയാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള സൽക്കർമ്മങ്ങൾ നല്ല രൂപത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ ഇപ്പോൾ അതിന്റെ വില നമുക്കറിയില്ലെങ്കിലും പരലോകത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിർബന്ധമായും ഇത് ചെയ്യേണ്ടതായിരുന്നു എന്ന ഓർമ്മ അപ്പോൾ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഐച്ഛികമായ ആരാധനകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ വചനത്തെ സംബന്ധിച്ച് നമ്മോട് പറയാം, മായസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി അത്തഉഹിബു ഇദാ അഹ്ബബ്തു കുൻതു സമഉ അല്ലദി യസ്മഉ ബിഹി വബസറു അല്ലദി യുബ്സിറു ബിഹി വയദഉ അല്ലദി യബ്തിഷു ബിഹാ. ഒരാൾ എന്നിലേക്ക് അടുത്താൽ ഞാൻ അവന്റെ കൈയാകും, അവന്റെ കണ്ണാകും, അവന്റെ കൽബാകും എന്ന് അല്ലാഹു തആല പറയാം. എന്ന് പറഞ്ഞാൽ ഈ ഹദീസിന് പണ്ഡിതന്മാർ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയാം. എന്നിട്ട് തുടർന്ന് പറയുന്നു, വല ഉഈദന്നഹു ഇനിസ്തഗാദനി, എന്നോട് കാവൽ തേടിയാൽ അവന് ഞാൻ സംരക്ഷണം നൽകുകയും ചെയ്യും.
അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണവും നമുക്ക് അതുകൊണ്ട് ലഭ്യമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ ആ പ്രഖ്യാപനത്തെ സംബന്ധിച്ച് മുഹദ്ദിത്തുകൾ പറഞ്ഞത്, അവൻ അള്ളാഹു എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മാത്രമേ കാണുകയുള്ളൂ. അള്ളാഹുവിലേക്ക് ഒരാൾ അടുക്കുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു ഞാൻ അവന്റെ കണ്ണാകും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ അവൻ കാണും. ഞാൻ അവന്റെ കാതാകും, അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ അവൻ കേൾക്കും. അതുപോലെ തന്നെ അവന്റെ അവയവങ്ങൾ ഞാനാവും എന്ന് പറഞ്ഞാൽ ഓരോ അവയവങ്ങൾ കൊണ്ടും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നമ്മൾ ശക്തമായി അടുക്കുമ്പോൾ അതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് എന്താണ്? അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള അവസരം നമുക്ക് ലഭ്യമാകുന്നു. മുത്തഖീങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ, ഭക്തന്മാരായ ആളുകൾ തോട്ടങ്ങളിലാണ് എന്നാണ്. വനഈം, ഒരുപാട് അനുഗ്രഹങ്ങളും അവർക്കുണ്ട്. അപ്പൊ മുത്തഖീങ്ങൾക്ക് സ്വർഗമുണ്ട്, തോട്ടങ്ങളുണ്ട്, അതുപോലെ അനുഗ്രഹങ്ങളുണ്ട്. നഈം, അനുഗ്രഹങ്ങളിലാണവർ. എന്തൊക്കെയാണ് സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്കറിയില്ല. എന്നിട്ട് അല്ലാഹു തആല പറയും, കുലു വശ്റബു ഹനീഅം ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചില്ലേ ദുനിയാവിൽ, അതിനു വേണ്ടി നിങ്ങൾ അതിന്റെ ഫലമായി നിങ്ങൾ തിന്നുക, കുടിക്കുക, ഇഷ്ടം പോലെ സുഖകരമായി ജീവിക്കുക. അല്ലാഹു പറയാം, വസവ്വജ്നാഹും ബിഹൂരിൻ ഈൻ, ഹൂറുൽ ഈങ്ങൾ അവർക്ക് നമ്മൾ വിവാഹം ചെയ്തു കൊടുക്കും. വഅംദദ്നാഹും ബിഫാകിഹത്തിൻ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ, അവർക്ക് നമ്മൾ ഇഷ്ടം പോലെ മാംസം, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, അവര് എന്താണോ ആഗ്രഹിക്കുന്നത് അത് എല്ലാം അവർക്ക് നമ്മൾ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തുന്ന മുത്തഖീങ്ങളെയാണ്. ഇന്നൽ മുത്തഖീൻ, ഭക്തന്മാരായ ആളുകൾ. അപ്പൊ ഭക്തി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റമളാനിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ നമുക്ക് പേടി നമുക്ക് വർദ്ധിക്കുന്നു, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി. ആ പേടി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? റമളാൻ എന്ന് പറഞ്ഞ അറബി വേർഡിന്റെ തന്നെ അർത്ഥം എന്താ? നമ്മളുടെ ആമാശയം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അകം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ശക്തമായി ചൂടായി നമ്മൾ വലിയ ഒരു പരിക്കിലേക്ക് എത്തി എന്നുള്ളതാണ്. ശരിക്കും ചൂടാക്കുന്നു. ഒരു ഇരുമ്പിന്റെ അകത്തെ കേട് ശരിയാവാൻ വേണ്ടി, ഇരുമ്പ് ലെവലാക്കാൻ വേണ്ടി കരുവാന്മാര് അല്ലെങ്കിൽ ഇരുമ്പിന്റെ പണി എടുക്കുന്ന ആളുകൾ ശക്തമായ തീയിൽ അതിനെ ചുട്ട് പഴിപ്പിച്ച് പാകാക്കി എടുക്കുന്നത് പോലെ നേരം പുലർന്ന് വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ നമ്മുടെ ആമാശയത്തെ നമ്മൾ ചൂടാക്കുന്നു. ഇങ്ങനെ ചൂടാക്കുമ്പോൾ അതിൽ നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു, പരിവർത്തനം സംഭവിക്കുന്നു. തഖ്വയുണ്ടായേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ നമുക്കതിൽ കൃത്യമായി മാറ്റം സംഭവിക്കുന്നു. എന്താ? ഞാൻ ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മാറിയുന്ന എന്തിന്? ഇത് ഖുത്ബയിൽ ചോദിച്ചത് ഖുർആന്റെ ചോദ്യം, ലഅല്ലക്കും തത്തഖൂൻ, എന്താ പ്രശ്നം? ഭക്തി ഉണ്ടാവണം. അപ്പൊ നമുക്ക് റമളാനിൽ നോമ്പനുഷ്ഠിച്ചു എന്നിട്ട് അതുകൊണ്ട് കിട്ടേണ്ട ഫലം കിട്ടിയോ എന്ന് നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ് എന്നർത്ഥം. റമളാൻ എന്ന വേർഡ് തന്നെ നമ്മെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ശരിക്കും നമ്മെ പാകപ്പെടുത്തി എടുത്തിട്ട് പിന്നെ നമുക്ക് അതിനനുസൃതമായ ഒരു മാറ്റം ലഭ്യമാവുക എന്നുള്ളതാണ്. ആ മാറ്റം ലഭ്യമാകുന്നില്ലെങ്കിൽ ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇപ്പൊ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ട്, എന്ത്? ഒന്നുകിൽ ആരോഗ്യ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കുടുംബ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മാനസിക പ്രശ്നമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഏതെങ്കിലും ഈ നിലവിലുള്ള ഈ പ്രശ്നം നമ്മിൽ നിന്ന് മാറണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ, ഒരു ജനതയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അള്ളാഹു അത് മാറ്റിക്കൊടുക്കില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവരുടെ മനസ്സിലുള്ള ദുഷിച്ച സ്വഭാവത്തെ അവർ മാറ്റുന്നത് വരെ അള്ളാഹു തആല മാറ്റിക്കൊടുക്കില്ല. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ റമളാനിൽ എന്തിന് എന്ന് ചോദിച്ച ചോദ്യം, എന്തിന് നോമ്പ് നിൽക്കുന്നു? നമ്മളുടെ മനസ്സ് മാറാൻ വേണ്ടി. മനസ്സ് മാറുന്നില്ലെങ്കിൽ അള്ളാഹ് എന്തും അവതരിപ്പിച്ചേക്കാം, എന്തും സംഭവിച്ചേക്കാം, എന്ത് അദാബ് നടന്നേക്കാം.
അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖിന്റെ കൈ പിടിച്ച് പറയുകയാണ്, അന്നത്തെ ആമുർ റമാദിൽ എന്ന് സഹാബത്തിന്റെ കാലത്ത് മഴ നൽകാതെ, മഴ ലഭ്യമാവാതെ അവർക്ക് വലിയ പരീക്ഷണം ഉണ്ടായി. ഉമറുൽ ഫാറൂഖിന്റെ ഖിലാഫത്ത് കാലത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, മഴ കിട്ടാത്തതിന്റെ കാരണം എന്താ അറിയോ? ലം യൻസിൽ ബലാ ഇല്ലാ ബിദംബ്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പരീക്ഷണം വന്നത് പാപം വർദ്ധിപ്പിച്ചത് കൊണ്ടാണ്, തെറ്റ് ചെയ്തതുകൊണ്ടാണ്. ആര്? സഹാബാക്കൾ. ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് സഹാബാക്കളല്ലേ ഉള്ളത്, താബീകളും ഉള്ളത്, സഹാബത്തിന്റെ ശിഷ്യന്മാരുടെ അപ്പുറം ആരുമില്ല. അവരുടെ കാലത്ത് തെറ്റ് വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ അവർക്ക് മഴ ഇല്ലാതെയായി കുറെ നാൾ. അപ്പൊ പിന്നെ നമ്മുടെ ഈ കാലത്തോ? അപ്പൊ നമ്മുടെ ഈ കാലത്ത് അള്ളാഹു മഴ ഇല്ലാതെയാക്കുകയോ അല്ലെങ്കിൽ മഴ വർദ്ധിപ്പിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ചു കൊള്ളണം. ഇപ്പോ ചാവുകടൽ ജോർദാനിൽ നമുക്ക് കാണാൻ കഴിയും. ചാവുകടൽ ഉണ്ടായത് എങ്ങനെയാ? അവിടെയുള്ള ആളുകൾ സ്വർഗരതിക്ക് തയ്യാറായപ്പോ അള്ളാഹു തആല എന്ത് ചെയ്യും? ആ നാടിനെ, ആ ഭൂമിയെ ഒന്നടങ്കം പറിച്ച് മുകളിലേക്ക് പൊക്കിയിട്ട് മലക്കുകളെ കൊണ്ട് പൊക്കിപ്പിച്ച് നേരെ കീക്കാമ്പാട് ഇടിപ്പിച്ച് ഭൂമി അടി മുതല് മുകൾ വരെ നേരെ എടുക്കുകയാണ്. നമ്മള് നാട്ടിലൊക്കെ കലത്തപ്പം കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തു കൂട്ടിക്കോളും. അങ്ങനെ നേരെ പൊക്കി അള്ളാഹു നേരെ കണ്ടിട്ട് ആളുകളെ മുഴുവനും നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് നമ്മൾ ഇന്ന് ചാവ് കടൽ എന്ന് പറഞ്ഞ്, ഡെഡ് സീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ നാടിന്റെ ചരിത്രം വായിക്കുകയും ടൂറിസ്റ്റുകൾ അവിടെ സന്ദർശിക്കുകയും ആ വീഡിയോ കാണുകയും എന്നൊക്കെ നമുക്കതിൽ ഭയമല്ല. ഒരു എന്താ പറയാ, ഒരു ടൂറിസ്റ്റ് അവന്റെ യാത്രയിൽ വിവരിച്ചു തരുന്ന കാര്യങ്ങൾ ഒരു ആവേശത്തോടെ കാണുകയാണ് മലയാളി ചെയ്യുന്നത്. അവിടെ സന്ദർശിക്കുന്ന ആളുകൾ ആ കടലിൽ ഇറങ്ങിയിട്ട് നീന്തി കളിക്കുന്നു. എന്താണ് അത്ഭുതം? ഇതിൽ കിടന്നാൽ താണു പോവില്ല. അപ്പൊ അങ്ങനെ എന്നിട്ട് വേറൊരുത്തൻ ക്യാമറ പിടിച്ച് ഫോട്ടോ എടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെന്താ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിയാൽ നിങ്ങൾ നിലവിളിച്ച് ഓടിപ്പോണം അവിടെ നിന്നാ റസൂൽ പറഞ്ഞു. അല്ലേ? നമ്മൾ ഹജ്ജ് ചെയ്യുമ്പോ മുസ്ദലിഫയിൽ നിന്ന് മീനയിലേക്ക് നടക്കുമ്പോൾ മുസ്ദലിഫിന്റെ മീനയുടെ ഇടയിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ സ്വല്പ പാറക്കൂട്ടങ്ങളും കുറച്ച് ഈ വേപ്പ് മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നല്ല സ്പീഡിൽ അവിടെ നിന്ന് ഓടിപ്പോകണമെന്നാ ഹാജിമാരോട് പറയുന്നത്. എന്താ സംഭവം? ആ പാറക്കൂട്ടങ്ങളുടെ ആ ഭാഗത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബാബീൽ പക്ഷികളെ കൊണ്ട് ആനപ്പടയാളികളെ നശിപ്പിച്ച് ചവച്ചരക്കപ്പെട്ട വൈക്കോൽ പോലെ ആക്കിയത്. അവിടെ നിങ്ങൾ ഹാജിമാരെ, നിങ്ങൾ മുസ്ദലിഫയിൽ നിന്ന് മീനയിലേക്ക് പോകുമ്പോൾ ഓടിപ്പോകണം, അവിടെ നിൽക്കരുതേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഭയമുള്ള അല്ലെങ്കിൽ ഉണ്ടാവേണ്ട ആളുകൾ പേടിക്കേണ്ട സ്ഥലത്ത് യാതൊരു പേടിയില്ലാതെ സന്തോഷത്തോടെ ഇരിക്കുക. ഇനിയിപ്പൊ സൗദി അറേബ്യയിൽ കാണാം, ഇനിയിപ്പോ പെരുന്നാൾ വരെയായിരിക്കും. ചെറിയ പെരുന്നാൾ വരുമ്പോ എന്താ പരിപാടി? നമുക്ക് മദായിൻ സാലി കാണാൻ പോവാന്ന് പറയാം. ആഘോഷിക്കുന്നത് എവിടെയാണ്? അദാബ് ഇറങ്ങിയ സ്ഥലത്ത്, നോലോലിക്കേണ്ട സ്ഥലത്ത് പോയി ചിരിക്കുക, നോമ്പനുഷ്ഠിക്കേണ്ടടുത്ത് പോയി പെരുന്നാൾ ആഘോഷിക്കുക. ഈ ഒരു എന്താ പറയാ, മനുഷ്യൻ ആകെ ഇൻകിലാബായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹദീസിലുണ്ട്. അന്ത്യനാളിന്റെ ലക്ഷണം അൻതെലിദൽ അമതു റബ്ബതഹ എന്നാണ്. അടിമ സ്ത്രീ അവളുടെ യജമാനനെ പ്രസവിക്കുക എന്നുള്ള ഹദീസ്. അതിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അതായത് അതിന്റെ അർത്ഥം ലോകത്ത് ഇൻകിലാബ് ഉണ്ടാവുക എന്നർത്ഥം, വൈരുദ്ധ്യങ്ങൾ സംഭവിക്കുക. അപ്പൊ നമുക്ക് കാണുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യന് ഭക്തി ഉണ്ടായേക്കാം റമദാനിലെ നോമ്പിലൂടെ. ആ ഭക്തി, ആ ഊർജം നമുക്ക് ഇതിലൂടെ ലഭ്യമാവേണ്ടതുണ്ട്. ആ ഊർജം ഇവിടെ നഷ്ടപ്പെടുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചകളും അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ കഴിഞ്ഞ കാല ചരിത്രങ്ങളെ കുറിച്ചുള്ള ധാരണയും നമുക്കുണ്ടാവേണ്ടതുണ്ട്. മഹാനായ, നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞതാണ് തോന്നുന്നു, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ അക്രമിയും വലിയ കൊള്ളക്കാരനായിരുന്നു. പക്ഷെ അദ്ദേഹം അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടപ്പോ അലം യഅനിൽ ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ബിദിക്രില്ലാഹ്, മനുഷ്യന്മാർക്ക് സമയമായില്ലേ, പടച്ചവനെ പേടിക്കാൻ ഇനി സമയമായിട്ടില്ലേ എന്നുള്ള ആയത്ത് കേട്ട അന്ന് മുതലാണ് അദ്ദേഹം മാറുന്നത്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ചുള്ള ബോധവും ആ ഖുർആനിൽ അള്ളാഹു പറയുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മയും
നമ്മൾ നിലനിർത്തി പരിശുദ്ധ റമളാനു ശരീഫിൽ നമ്മുടെ ഹൃദയങ്ങളെ സ്ഫുടീകരിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് മുന്നോട്ട് പോകണം. അതിന് അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപക്കറകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിലെ നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാവട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് അള്ളാഹു എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും ഭാര്യ സന്തതികളിൽ നിന്നും കുടുംബാദികളിൽ നിന്നൊക്കെ വന്നുപോയ തെറ്റുകൾ അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ ഇസ്തിഗ്ഫാറിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ പരിഗണന ഈ പ്രത്യേകമായ സമയത്ത് ഈ പള്ളിയിൽ വെച്ച് നമ്മൾ നിർവഹിക്കുന്നതിന് അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമ്മന ഹാദാ ജമ്മൻ മർഹൂമ വ തഫറഖന മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ വലാ തജഅൽ മിന്നാ വലാ ഫീനാ വലാ മാനാ شقيا ولا مطرودا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك السلام عليكم. ഓക്കെ പറയൂ. തറാവി നമസ്കാരത്തെ പറ്റി ഉസ്താദ് പറഞ്ഞതിനെ പറ്റിയിട്ട് തറാവി നമസ്കാരം ഇമാമിന്റെ കൂടെ മുഴുവനായിട്ട് നമസ്കരിക്കുന്നത് ഉസ്താദ് പറഞ്ഞായിരുന്നു. ചില സ്ഥലങ്ങളിൽ തറാവി നമസ്കാരം 22 റക്അത്ത് നമസ്കരിക്കുന്നുണ്ട്, ചില സ്ഥലത്ത് 8 റക്അത്ത് നമസ്കരിക്കുന്നുണ്ട്. അപ്പൊ 22 റക്അത്ത് നമസ്കരിക്കുന്ന 8 റക്അത്ത് നമസ്കരിക്കുന്നതിലേക്ക് ആശയക്കുഴപ്പങ്ങളുള്ള സാധനം. അപ്പൊ 22 റക്അത്ത് പൂർത്തിയാക്കണോ 8 റക്അത്ത് നമസ്കരിക്കുന്നതിൽ അത് കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുള്ള ഇതാണ്, ഒരാള് ഇമാമിനോട് കൂടെ തുടക്കത്തിൽ തന്നെ നമസ്കാരത്തിൽ പ്രവേശിച്ച് ആ നമസ്കാരം പൂർത്തിയാവുന്നത് വരെ ആ ഇമാമ് നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നത് വരെ ഇമാമിന്റെ കൂടെ നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിന് തുടർന്ന മഅ്മൂമിന് ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമാണ് എന്നാണ്. അപ്പൊ പിന്നുള്ള പ്രശ്നം, ചില ഇമാമുകൾ എന്ത് ചെയ്യും, 8 റക്അത്ത് നമസ്കരിച്ച് അല്ലെങ്കിൽ ചിലർ 4 റക്അത്ത് നമസ്കരിച്ചാൽ പോകും. ചില ഇമാമുകൾ അവർ തന്നെ വന്നിട്ട് പിന്നെ രാത്രി പകുതിയായതിനു ശേഷം വന്ന് തുടർന്ന് വീണ്ടും അത് പൂർത്തിയാക്കുക ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ ഇമാം പോകുമ്പോൾ പോയി ആ ഇമാം തിരിച്ചു വരുന്ന സമയത്ത് വന്ന് ആ ഇമാമിനോട് നമസ്കരിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം ഉണ്ടാവും. മറ്റൊരു അവസ്ഥ, ഇമാമുകൾ ഇപ്പോ ചില പള്ളികളിൽ ഇപ്പോ 23 നമസ്കരിക്കുന്ന ഇമാമുകൾ ഉണ്ടാവും. അതുപോലെ പണ്ട് കാലങ്ങളിലൊക്കെ 46 റക്അത്ത് നമസ്കരിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, 30 നമസ്കരിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, 14 നമസ്കരിച്ചിരുന്ന ആളുകൾ. ഇമാം ഐനിയുടെ കസ്തല്ലാനി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ കാണാം, ഇതിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ പണ്ഡിതന്മാരുടെ ഇടയിൽ വന്നിരിക്കുക. അപ്പൊ അങ്ങനെ അഭിപ്രായ ഭിന്നതകൾ വന്ന സ്ഥിതിക്ക് തുടർന്ന് നമസ്കരിക്കുന്ന മഅ്മൂമ് അഭിപ്രായ ഭിന്നതക്ക് പോകുന്ന ആളല്ല. തുടർന്ന് നമസ്കരിക്കുന്ന മഅ്മൂമിന്റെ മനസ്സിലെന്താണ്, അവന്റെ റബ്ബ് അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് നൽകിയ സുന്നത്ത് നമസ്കാരങ്ങൾ പ്രവാചകൻ എത്രയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് അവനൊരു കൃത്യമായൊരു ധാരണ അവന് ഉണ്ടാവേണ്ടതുണ്ട്. ഇമാമുകൾക്കുള്ള ധാരണക്കാണ് അവർ നിസ്കരിക്കുന്നത്. ഒരു ഇമാമിന് 46 തോന്നി അവനത് നിസ്കരിക്കും, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഇമാമിന് 20 തോന്നി അവനത് നമസ്കരിക്കും. ഒരു ഇമാമിന് 11 തോന്നി, കാരണം അവൻ പഠിച്ചതാണ് അവൻ പറയുന്നതും അവൻ പ്രവർത്തിക്കുന്നതും. അതേപോലെ അവൻ്റെതായ അതേ അധികാരം മഅ്മൂമിനുണ്ട്. മഅ്മൂമിന് എത്രയാണോ അവൻ പഠിച്ചത്, ഇസ്ലാമിന്റെ പ്രമാണമാണല്ലോ മുസ്ലിം പരിഗണിക്കേണ്ടത്. അങ്ങനെ വരുമ്പോ നമുക്ക് എന്താണോ റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിന്ന് മനസ്സിലായത് അത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു ഇമാമ് നമ്മൾ 11 നമ്മൾ പഠിച്ചത്, അതിന്റെ അപ്പുറത്തേക്ക് ഹദീസ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ 11ന്റെ അപ്പുറത്തേക്ക് ഇമാം പോകുമ്പോൾ നമ്മൾ അവിടെ വെച്ച് സലാം വീട്ടുമ്പോൾ നമുക്ക് എവിടെയാണ് കൂലിട്ടുന്നത്, റസൂലുള്ളാഹിനെ തുടർന്നതിന്റെ കൂലിയാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കിതാബു തറാവീഹ് എന്ന ഇമാം ബുഖാരിയുടെ സഹീഹിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിലെ 2013 നമ്പർ ഹദീസാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്ന ചോദ്യം. എന്താണ്, എങ്ങനെയാണ് റസൂലുള്ളാഹിയുടെ രാത്രി നമസ്കാരം? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയണം, മാകാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അത്ത്. റസൂലുള്ളാഹി 11 റക്അത്തിനേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന ഹദീസ് കിതാബ് തറാവീഹിൽ, അതായത് തറാവീഹിന്റെ അധ്യായത്തിൽ ഹദീസിന്റെ തറാവീഹിന്റെ എണ്ണം പറയാൻ ഇമാം ബുഖാരി കൊടുത്തത് ഈ ഹദീസാണ്. മനസ്സിലായില്ലേ? അപ്പൊ ബുഖാരി എന്ന് പറഞ്ഞാൽ ഖുർആൻ കഴിഞ്ഞാൽ പിന്നുള്ള ഏറ്റവും അംഗീകാരമുള്ള ഗ്രന്ഥമാണ് ബുഖാരി.
മാത്രമല്ല ഈ ഹദീസ് തന്നെയാണ് ഇമാം ബുഖാരിയുടെ കിതാബു തഹജ്ജുദ് എന്ന് പറയുന്ന വിശാലമായ ഒരു അധ്യായത്തിൽ അതിന്റെ ഉപാധ്യായമായി ബാബു ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞു കൊടുത്ത അധ്യായത്തിലും ഇത് തന്നെയാണ്. അതായത് തഹജ്ജുദിന്റെ അധ്യായത്തിൽ തഹജ്ജുദ് എത്ര റക്അത്ത് എന്ന് പറയുന്നതിന്, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഉറങ്ങി എണീറ്റ് നമസ്കരിക്കുമ്പോൾ എത്ര റക്അത്താണ് എന്നതിന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാകാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അത്ത് എന്നുള്ള ഈ 11ന്റെ ഹദീസ് തന്നെ അവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഖിയാമുൽ ലൈൽ എന്ന് പറയുന്ന അധ്യായത്തിലും മാകാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വിത്റിന്റെ അധ്യായത്തിലും മാകാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 11-നേക്കാൾ വിത്ർ നമസ്കരിച്ചിട്ടില്ല, 11-നേക്കാൾ തഹജ്ജുദ് നമസ്കരിച്ചിട്ടില്ല, 11-നേക്കാൾ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചിട്ടില്ല, 11-നേക്കാൾ തറാവീഹ് നമസ്കരിച്ചിട്ടില്ല എന്ന് കൃത്യമായി ബുഖാരിയുടെ ഓരോ അധ്യായങ്ങളിലും ഇത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ തഹജ്ജുദ് എന്ന് പറഞ്ഞാലും ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാലും തറാവീഹ് പറഞ്ഞാലും ഒന്ന് തന്നെ എന്ന് കൃത്യമായി മുഹദ്ദിസുകളുടെ ഗ്രന്ഥരചനകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ഹദീസുകൾ നമ്മൾ കാണുമ്പോൾ ഒരുപാട് മുജ്തഹിദുകളായ പണ്ഡിതന്മാരെന്ത് ചെയ്യുന്നു, ഈ ഹദീസിനെ വിലയിരുത്തുന്നു. അപ്പൊ ഇമാം സുയൂത്തിയുടെ അൽ ഹബീൽ ഫത്താവ പോലെയുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം പറയാം, വൽ ഹാസിലു അന്നൽ ഇശ്രീന ലം തസ്ബുത് മിൻ ഫീലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രത്ന ചുരുക്കം നമ്മൾ ഇത് പരിശോധിച്ചാൽ 20 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യായനങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല. വആയത്തും ഫീമാ ദഹബന ഇലൈഹി മാ വാഫഖ അലാ ആയിഷ. നമ്മള് ഈ വിഷയത്തിൽ പഠനം നടത്തിയാൽ അങ്ങേയറ്റം നമ്മൾ പോയാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ കാര്യമാണ് നമുക്കിതിൽ അങ്ങേയറ്റം കാണാൻ കഴിയുക. എന്താണ്? മഹാന ഇബ്നു ഹിബ്ബാനും അതുപോലെ ഇബ്നു ഹുസൈമയും അവരുടെ സഹീൽ പറഞ്ഞതാണ് നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞതാണ് നമുക്കിതിൽ ഉറപ്പ്. അതാണ് അവര് പറഞ്ഞ എന്താണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ കാര്യം, എവിടെ ബുഖാരിയിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ഹബീൽ ഫത്താവയിൽ ഇത് പറയാം. അതേപോലെ തന്നെ ഇബ്നു അബ്ദുൽ ഹൈതമിയുടെ ഫത്താവൽ കുബ്രയിൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹൽ സഹ ഔ വറദ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല 20 റക്അ, റസൂലുള്ളാഹി തറാവി 20 നമസ്കരിച്ചു, സഹിഹ വല്ല ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇബ്നു അബ്ദുൽ ഹൈതമി പറയുന്നത് വെച്ചാൽ ലം യരിദ്, ഒറ്റ ഹദീസ് വന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാം, വകതീറൻ മാ വറദ ഫീ തുർക്കിൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് നമസ്കരിച്ചു എന്ന് ഒരുപാട് റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാം, ഫഹുവ ശദീദുൽ ദുഅഫ്, അത് ശക്തമായ ദുർബലമായ റിപ്പോർട്ടുകളാണ് എന്ന് ഇബ്നു അബ്ദുൽ ഹൈതമി അദ്ദേഹം പറയാം. അപ്പൊ ഇങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോൾ നമുക്ക് സ്വഹിയായ ഒരു ഹദീസിലൂടെ ഇത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യമുള്ളവൻ അവൻ അവിടെ 11 ആകുമ്പോൾ അവൻ നിർത്തുമ്പോൾ അവൻ റസൂലുള്ളാഹിനെ പിന്തുടർന്നു എന്നുള്ള മനസമാധാനമാണ് അവനുള്ളത്. അതേ സ്ഥാനത്ത് ഒരാൾക്ക് 20 ആണെന്നാണ് ഒരു മനുഷ്യന്റെ പഠനത്തിൽ അവന് ബോധ്യമായത് എങ്കിൽ അവൻ 20 നമസ്കരിക്കുന്ന ഇമാമിനോട് കൂടെ പൂർത്തിയായി നമസ്കരിക്കുകയാണെങ്കിൽ അവൻ ആ കൂലിട്ടും. ഒരാൾക്ക് അങ്ങനെ ബോധ്യമായി. മനുഷ്യന്മാർക്ക് അവരുടേതായ കാരണം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ കാണേണ്ടത് വെച്ചാൽ മനുഷ്യന്മാരുടെ അവരുടെ പരലോകത്തിന് വേണ്ടി ആത്മാർത്ഥമായി പഠനം നടത്തിയിട്ട്, പഠനം നടത്താതെയല്ല, ഞങ്ങളെ നേതാക്കന്മാരൊക്കെ അങ്ങനെ പറയാറുണ്ട്, ഞാനും ഇങ്ങനെ പറയാറുന്നതല്ല, ആത്മാർത്ഥമായ ഒരു പഠനം നടത്തി അവനൊരു മാനസിക അവസ്ഥയിലെത്തിയാൽ അതിന് അല്ലാഹു കൂലിയില്ല. അവന്റെ മാനസികമായ അവസ്ഥ റബ്ബിനെ കുറിച്ച് കൃത്യമായ ഇങ്ങനെ ഒരു ധാരണയും നന്നായിട്ട് അവൻ പഠിക്കാൻ പറ്റാവുന്നിടത്തോളം പഠിച്ചു. മനസ്സിലായില്ലേ? അതല്ല, ഒരാൾക്ക് പഠിക്കാൻ സാധിച്ചില്ല, ഇനി പഠിക്കാൻ യാതൊരു മാർഗവുമില്ല, അപ്പോഴും അവനൊരു ഭയം അവന്റെ മുന്നിൽ അള്ളാഹിനെ കുറിച്ച് ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ അള്ളാഹ് പരിഗണിക്കും. ഇപ്പൊ എങ്ങനെയാ വെച്ചാല് ഇവിടെ മുമ്പ് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മക്കളോട് പറഞ്ഞാൽ മരിച്ച എന്നെ ചുട്ട് വെണ്ണീറാക്കി നിങ്ങൾ വിതറിക്കളയണം. എന്താ കാരണം? വാപ്പ അള്ളാഹ്ക്ക് എങ്ങാനും എന്റെ ഉടലോടുക്കനെ കിട്ടിയ അള്ളാഹ് എന്നെ വെറുതെ വിടൂല. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹ്ക്ക് വേറൊരു ഒരാളെ പുനർജീവിപ്പിക്കാൻ കഴിയൂല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ഈ പ്രപഞ്ചത്തെയും മരിച്ചുപോയ ആളുകളെയും പുനർജീവിപ്പിക്കാൻ കഴിയൂല എന്നുള്ള ആൾ വിശ്വസിക്കുന്നത്. ആ മനുഷ്യൻ പറയാണ് എന്നെ ചുട്ട് കരിച്ച് വെണ്ണീറാക്കണം. അദ്ദേഹം അങ്ങനെ റസൂൽ പറഞ്ഞാണ്, മുൻഗാമികളിൽപ്പെട്ട ഒരാൾ അങ്ങനെ ചെയ്തു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ അള്ളാഹു തആല വീണ്ടും ജീവിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നീ എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? അപ്പൊ അദ്ദേഹം അള്ളാഹിനോട് പറഞ്ഞ മറുപടി, ഞാൻ പേടിച്ചിട്ട് ചെയ്തതാണ്, നിന്നെ പേടിച്ചിട്ട് ചെയ്തതാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്നാണ്. അപ്പൊ നമ്മളിവിടെ ആളുകളുടെ
മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് അതിന്റെ അവരെ പോക്കറ്റ് കൈയിട്ട് അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടത്, ഞാൻ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായ ഹദീത്ത് പഠനങ്ങൾ നടത്തിയിട്ട് ഞാൻ എത്തിപ്പെട്ട ഒരു മേഖല ഇതാണ്, ഞാൻ അവിടെ നിൽക്കുന്നു എന്ന നിലക്ക്. അപ്പൊ നമ്മൾ എവിടെയായിരുന്നാലും ഇവിടെ നമ്മുടെ മനസ്സിനോട് നമ്മൾ കൂറുപുലർത്തണം. നമ്മുടെ മനസ്സിലൊരു ധാരണയും പുറത്ത് നമ്മള് ആളുകളൊക്കെ കൂടെ എങ്ങനെയാകുമ്പോൾ നമ്മളങ്ങനെ പോവുക എന്നുള്ളത് നോക്കുമ്പോൾ അതിലൊരു ബർക്കത്തുണ്ടാവില്ല. അപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഉറപ്പ് എന്താണോ അവിടെ നിൽക്കുകയാണ് വേണ്ടത്. ഇന്നലെ ഒരു ഉസ്താദിന്റെ പ്രസംഗത്തിലിട്ട് 22 നിസ്കരിച്ചാൽ 8 അവൾക്ക് കൊണ്ട് 8 എടുത്തതിന് ബാക്കി വാപ്പാരോ വലിയാപ്പാരോ മരിച്ചവർക്ക് എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ വേറുള്ളവർക്ക് കിട്ടുക ചെയ്യലേ. എന്തിനാ മസ്ജിദുൽ അക്സയിലും മസ്ജിദ് നബവിയിലും മസ്ജിദ് ഹറമിലും എല്ലാം 20 നിസ്കരിച്ച് പഠിച്ചാൽ ചോദിച്ചാൽ അങ്ങനെ പറയാന്ന്. അങ്ങനെ പഠിച്ചാൽ ഞാൻ മസ്ജിദുൽ ഹറമിലും പിന്നെ കുറേ നേതാക്കന്മാർ ഒരു കമ്മിയത്തവരൊക്കെ ഇങ്ങനെയാണ് നിസ്കരിച്ചത്, അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചാണ് പഠിച്ചത്. അപ്പൊ നിനക്ക് ഇട്ട് ഞാൻ നല്ല ഓക്കെ എടുത്തിട്ട് ബാക്കി ചെയ്തോ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ 8 കഴിഞ്ഞ് ബാക്കി അള്ളാഹ്ക്ക് ആവശ്യമില്ല. അള്ളാഹ്ക്ക് ഒന്നും ആവശ്യമില്ല. ലാ അസ്അലുക്കും അജ്റ, അല്ലെ, നിങ്ങളിൽ ഒരു കൂലി എനിക്ക് വേണ്ടാന്ന് കൊടുത്താണ് അള്ളാഹു തആല. പക്ഷെ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇപ്പൊ ഖുർആനിലൊരു ആയത്തില്ലേ, മനുഷ്യൻ 2 കൈയും കടിച്ച് നിലവിളിക്കും. യൗമ യഅ്ളു ളാലിമു അലാ യദൈ യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീലാ. ഈ ലോകത്ത് ജീവിക്കാനുള്ള ക്രമം തെറ്റിച്ച ആളുകൾ 2 കൈയും കടിച്ച് നിലവിളിച്ചിട്ട് പരലോകത്ത് പറയുന്ന, അള്ളാന്റെ റസൂലിനോട് കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു വിളിക്കുക. അപ്പൊ അള്ളാന്റെ റസൂലിനോട് കൂടി ഒരു മാർഗം, യാ വൈലത്താ ലൈതനിയിലെ മത്തഖദ് ഫുലാനൻ ഖലീല, ഞാൻ ഇന്നാലിന്റെ നേതാക്കന്മാർ അതുപോലെയുള്ള വലിയ വലിയ ആളുകളൊക്കെ ഞാൻ അവരെന്താ പറഞ്ഞ അങ്ങനെ നിന്നു. അത് ചെയ്യാതെ റസൂല് പറഞ്ഞോ, റസൂല് പ്രവർത്തിച്ചോ, റസൂൽ അനുവാദം നൽകിയോ, റസൂലിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഗവേഷണം നൽകിയിട്ട് ഇത് റസൂലിന്റെ ചര്യയാണ് എന്ന് നമുക്ക് ധരിപ്പിച്ചു തന്നോ എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂല് ചെയ്തു, റസൂലിനോട് കൂടെ ഒരു പാർട്ടി ആവുക എന്ന ചിന്ത മാറി നേതാക്കളിലേക്ക് പോവുക എന്നുള്ളത് തെറ്റാണ്. അപ്പൊ പിന്നെ ഞാൻ അവരെടുത്തതുപോലെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മനുഷ്യന്റെ കൽബനെയാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്. വെച്ചാൽ അയാളുടെ വിവരക്കേട് കാരണം ആളുകളുടെ ജഹീലിനും അവരുടെ ഹൗഫിനും ഉള്ള പരിഗണന നൽകുന്നു. വിവരക്കേടിന് അല്ലാഹു തആല അവനെ പഠിക്കാൻ അവസരമില്ലാതെ ആയിപ്പോയി. അങ്ങനെയുള്ള വിവരക്കേടിനെ അല്ലാഹു പരിഗണിക്കും. ജാഹിലുകൾക്ക് അഫൂർ അതേ നമ്മൾ പറഞ്ഞേ, ഒരു പുനർജന്മം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച ആളുടെ ആ അവസ്ഥ ഉണ്ടല്ലോ, അത് അല്ലാഹു പരിഗണിക്കും. അതേ സ്ഥാനത്ത് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് മനപ്പൂർവ്വം എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട, ഞാൻ ഇങ്ങനെ തന്നെ മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയുന്ന അവസ്ഥ ഒരിക്കലും പരലോകത്ത് അല്ലാഹു പറയുന്നത്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകും നദീർ. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള വയസ്സും അത് താക്കീത് ചെയ്യാനുള്ള താക്കീതുകാരും വന്നിട്ട് എന്തേ മേപ്പെട്ടു നോക്കി നടന്നു എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം നമ്മളുടെ അമലുകളൊക്കെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. തറാവി അല്ലേ? അതെ, തറാവി നമ്മള് ഇപ്പോ ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാല് നമ്മള് നേരെ നമ്മളാണ് നിസ്കരിക്കാൻ നിന്നാൽ അവിടെ കുറച്ച് മുമ്പ് ഓത്തും കാര്യങ്ങളും കുറച്ച് നീട്ടിയൊക്കെ ഓത്തുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് 2 റക്അത്ത് കിട്ടാറില്ല. ചില സമയങ്ങളിൽ നമ്മൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല. ഇല്ല. അപ്പൊ പിന്നെന്താ വെച്ചാല് പിന്നെ ഇമാമിനോട് കൂടെ സലാം വീട്ട് തന്നെയാണ്, പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ ഈ 11-നേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോ 11-നേക്കാൾ ചുരുക്കി എന്ന് പറയാം. കാരണം അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒറ്റ റക്അത്ത് വിത്ർ നമസ്കരിച്ചിട്ട് ആ ഒരു റക്അത്തിൽ തന്നെ ഖുർആൻ 30 ജുസ് ഓതി തീർത്തു. ഒരു റക്അത്ത് വിത്ർ നമസ്കരിച്ചു. പല സഹാബാക്കളെ കുറിച്ച് അങ്ങനെ റിപ്പോർട്ടുണ്ട്. 3 റക്അത്ത് നമസ്കരിച്ചവരുണ്ട്, 7 റക്അത്ത് നമസ്കരിച്ചവരുണ്ട്, 9 റക്അത്ത് നമസ്കരിക്കും. ഇങ്ങനെ ഒറ്റയാക്കി നമസ്കരിക്കാം. താഴേക്ക് പോകുന്ന ഒരുപാട് സമൂഹങ്ങളുണ്ട്. അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്കിലും നമുക്കത് വിടവ് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം.